പതിറ്റാണ്ടുകൾക്ക് പുറകിലേക്ക്. ഓർമ്മകളുടെ തുരത്തിൽ മൂകമായി 1940-കൾ. വികസനത്തിന്റെ ലാഞ്ചന പോലും എത്തിനോക്കാത്ത ഒരു ഭൂപ്രദേശം. കേരള സംസ്ഥാനത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിൽ ചേർന്ന് കിടക്കുന്ന കർണാടകയും കേരളവും അതിർത്തി പങ്കിടുന്ന നാട്. 2 സംസ്ഥാനം, 2 ജില്ല, 2 പഞ്ചായത്തുകൾ. ഇതാണ് ചെറുപുഴ എന്ന ഗ്രാമം. പ്രകൃതിയുടെ രൗദ്രഭാവങ്ങൾ കൊണ്ട് ബീഭത്സമായിരുന്ന ഒരു കാലം. കാനനത്തിൽ കൂട്ടിനായി കാട്ടാറും കാട്ടുമൃഗങ്ങളും മാത്രമുള്ള ഈ അന്തരീക്ഷത്തിൽ മിഴിക്കോണുകളിൽ സ്വപ്നം നിറച്ച് കുടിയേറ്റത്തിന്റെ ആദ്യ പടികൾ കടന്ന് അവർ വന്നു. നീരും നീരുറവയും കണ്ട് ആഹ്ലാദിച്ച് കിനാവുകൾ പാകിമുളപ്പിക്കാൻ നിലമൊരുക്കി വിത്തുകൾ പാകി. കരയായ സമതലങ്ങൾ കിളച്ചുരുക്കി അവർ ജീവിതം മുളപ്പിച്ചു. ചെറുപുഴ ഗ്രാമത്തിന്റെ മണ്ണിൽ കുടിയേറ്റത്തിന്റെ സ്പന്ദനങ്ങൾ പതുക്കെ പതുക്കെ ജീവതാളങ്ങളിൽ ലയിച്ചു ചേർന്നുകൊണ്ടിരുന്നു. ആകാശവിധാനത്തിലെ കറുത്തിരുണ്ട മേഘകൂടാരത്തിനു കീഴെ മനുഷ്യൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി. 15 വീട്ടുകാർ. അതായിരുന്നു ചെറുപുഴ ഗ്രാമത്തിന്റെ ക്രിസ്തീയ മുന്നേറ്റത്തിന്റെ തുടക്കം. ആത്മീയതയുടെ പച്ചപ്പുകൾ അവർ ചേക്കേറിയ നാടുകളിലൊക്കെ നട്ടുനനച്ചു വളർത്തി. അത് പടർന്നു പന്തലിച്ചപ്പോൾ കൂട്ടായ്മയുടെ കൂടാരങ്ങൾ തീർത്ത് ഒന്നായി യേശുവിനെ വിളിച്ചു. കൂടുകെട്ടി കുടിപ്പാർത്ത അവർ പുതിയ കാലത്തിന്റെ തരിശുഭൂമികളിൽ വിശ്വാസത്തിന്റെ പറുദീസകൾ സൃഷ്ടിച്ചു. ൽ വലിയമറ്റം പിതാവ് ആയന്നൂർക്കാർക്കായി ഒരു ഇടവക പ്രഖ്യാപിച്ചു. ആയന്നൂരിൽ ഒരു വീട് കണ്ടെത്തി. അതിനു മുമ്പിൽ ടാർപോളിൻ വലിച്ചുകെട്ടി 2012 മെയ് 13 ആ ടാർപോളിന് ചുവട്ടിൽ ഇടവകയുടെ ആദ്യ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതാണ് ആയന്നൂർ ഇടവകയുടെ തുടക്കം. ഫാദർ ജോർജ് ഏലൂർക്കുന്നേൽ അജഗണങ്ങൾക്കായി കൂടാരമൊരുക്കിയ ആയന്നൂരിലെ വലിയ കുടുംബത്തിന്റെ നാഥൻ. ഈ ഇടവക ജനത്തിന്റെ വിശ്വാസത്തിന്റെ വഴികാട്ടി. ദൈവവേലയുടെ പവിത്രതയും വിശ്വാസത്തിന്റെ പാവനതയും പകർന്നു കൊടുക്കുമ്പോഴും മണ്ണിന്റെ മഹത്വമറിഞ്ഞ് നിതാന്ത പ്രവർത്തകനാകുന്നു ജോർജ് അച്ഛൻ. ആയന്നൂരിലെ സെന്റ് ജോർജ് ചർച്ച് ഇന്ന് ആഹ്ലാദ തിമിർപ്പിലാണ്. മെയ് 12 ആയന്നൂർ ഇടവക നിലയിൽ വരുമ്പോൾ 6 യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 8 യൂണിറ്റുകൾ. ശരാശരി 15 മുതൽ 23 വരെ കുടുംബങ്ങൾ. എല്ലാ മാസവും വാർഡ് കൂട്ടായ്മകൾ കൃത്യമായി നടക്കുന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നതിനും മുതിർന്നവർ അടക്കമുള്ളവരുടെ വിശ്വാസ പരിശീലനം, ബൈബിൾ പഠനം, സഭാ പഠനം എന്നിവയ്ക്ക് ഈ കൂട്ടായ്മകൾ പ്രയോജനപ്പെടുന്നു.
ആയന്നൂർ ഇടവക ചെറിയ ദൈവജനത്തിന് ദൈവം നൽകിയ സമ്മാനം. ബഹുമാനപ്പെട്ട എളുക്കുന്നേൽ അച്ഛനിലൂടെ ദൈവം നൽകിയ ഒരു പ്രത്യേക സമ്മാനമായിട്ടാണ് ആയന്നൂർ ഇടവകയെ വിശ്വാസികൾ സ്വീകരിച്ചത്. ആയന്നൂർ ഇടവകയിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒരു വലിയ ദൈവാനുഗ്രഹമായും അത്ഭുതമായും എല്ലാ വിശ്വാസികളും അംഗീകരിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുകയാണ്. ശ്രീഭക്തിഭാവ പ്രണിധാനദ ജ്ഞാനസാര ശ്രീസ്നേഹരൂപ സുഭഗേശ്വര ശാന്തിദാത ശ്രീമുക്തിദാത വരദായക പാവനാത്മൻ അവതീര്യതാ മമ വിഭോ മമ സുപ്രണാമം. കൈതൊഴു
ആയന്നൂർ ഇടവകയുടെ ഭരണകാര്യങ്ങളിൽ ഇവർ തുടക്കത്തിലെന്ന പോലെ ഇന്നും വളരെ തൽപരരായി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ആയന്നൂർ ഇടവകയുടെ വികസന പടവുകളിൽ വിജയത്തിൻ്റെ മുദ്ര പതിപ്പിച്ചുകൊണ്ട് ഇവർ ഫാദർ ജോർജ് ഏലൂർകുന്നിനോടൊപ്പം ആയന്നൂരിൻ്റെ നാട്ടിടവഴികളിൽ വെള്ളി വെളിച്ചത്തിൻ്റെ പൊൻതിളക്കം ഏകുന്നു. കാനായിൽ അന്നൊരു നാൾ കല്യാണ വീടൊന്നിൽ ആഘോഷപ്പന്തലൊരുങ്ങുമ്പോൾ നിരനിരയായ ആളുകളെത്തുന്നു. നിരവധി പേർ സമ്മാനങ്ങളുമായി. മധുരങ്ങൾ വിളമ്പിടുമ്പോൾ പെണ്ണുങ്ങൾക്കിടയിൽ ചെവി ചെവിയോടോതിയിടുന്നു സങ്കട വാർത്തയതാ. മധുരങ്ങൾ വിളമ്പിടുമ്പോൾ പെണ്ണുങ്ങൾക്കിടയിൽ ചെവി ചെവിയോടോതിയിടുന്നു സങ്കട വാർത്തയതാ. അതു കേട്ടിട്ടുടനെ മറിയം മകനെ അറിയിച്ചു, പച്ചവെള്ളം മധുരമേറും നല്ല വീഞ്ഞായി തീർന്നുവല്ലോ. ആദ്യത്തെ അത്ഭുതമാണല്ലോ. കുറവുകളെ നിറവുകളാക്കിടുവാൻ സ്നേഹിതനായി ക്രൂശിതനുണ്ടല്ലോ. കാനായിൽ അന്നൊരു നാൾ കല്യാണ വീടൊന്നിൽ ആഘോഷപ്പന്തലൊരുങ്ങുമ്പോൾ നിരനിരയായ ആളുകളെത്തുന്നു. നിരവധി പേർ സമ്മാനങ്ങളുമായി.
അനുഗ്രഹം കൊണ്ടേ വന്നവരോ തൃപ്തിയോടെ തിന്നുവല്ലോ നല്ലയപ്പം. അവിടന്ന് കൂടിയ പുരുഷാരം കുറവുകളെ നിറവുകളാക്കിടുവാൻ സ്നേഹിതനായി ക്രൂശിതനുണ്ടല്ലോ. കുറവുകളെ നിറവുകളാക്കിടുവാൻ സ്നേഹിതനായി ക്രൂശിതനുണ്ടല്ലോ. കാനായിൽ അന്നൊരു നാൾ, മരുഭൂവിൽ പിന്നൊരു നാൾ, ജനമനസ്സിൽ ഭീതിയുണർന്നപ്പോൾ പടിപടിയായി പരിഹാരം കാണാൻ പരമോന്നതനേശു അടുത്തു